സഭയുടെ ഉപദേശങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ സഭ എന്താണെന്ന് പറയുകയായിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ സഭ അത് കർത്താവിൻ്റെതാണ്. ചേർച്ച് എന്ന ഇംഗ്ലീഷ് പദം അർത്ഥമാക്കുന്നതാണ് ചേർച്ച്. ചേർച്ച് കർച്ചേ എന്ന പദം, സ്കോട്ടിഷ് പദം, അതിൽ നിന്നാണ് ചേർച്ച് എന്ന പദം വന്നത്. കുറിയക്കോൺ എന്ന ഗ്രീക്ക് പദമാണത്. കുറിയക്കോൺ, കുറിയക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റേത്, കർത്താവിന്റെ ഉടമസ്ഥതയെ കാണിക്കുന്ന പദമാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ചേർച്ച് എന്ന് പറഞ്ഞ പദം. ആ പദം പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോണം കേട്ടോ. ഞങ്ങളുടെ ചേർച്ച് എന്ന് നമ്മൾ പറയുമ്പോൾ ഓർത്തോണം, ഇറ്റ്സ് നോട്ട് അവേഴ്സ്. നമ്മൾ അതിനകത്ത് അംഗങ്ങളാണെന്നേ ഉള്ളൂ, സഭ നമ്മുടേതല്ല. സഭയ്ക്ക് നമ്മൾ മുതൽ മുടക്കിയിട്ടില്ല. സഭയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയതും സഭയെ വീണ്ടെടുത്തതും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഗൗരവത്തോടെ പറഞ്ഞത്, സഭയുടെ നാശത്തിനോ തകർച്ചയ്ക്കോ നമ്മൾ ആരെങ്കിലും കാരണക്കാരായാൽ കഠിനമായ ശിക്ഷാവിധിക്ക് നമ്മൾ പാത്രങ്ങളായി തീരേണ്ടി വരും. നമ്മളത് വായിച്ചു, കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം വായിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും ഞാൻ. അത് കർത്താവിന്റെ വളരെ കർശനമായ ഒരു വാണിംഗ് ആണ്, ഒരു താക്കീതാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമ്മൾ വചനം പഠിക്കുന്നവരല്ലേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാക്കുകൊണ്ട് പോലും ഒരു വ്യക്തിയുടെ വിശ്വാസം കെട്ടുപോകാനോ ഒരു വ്യക്തി സഭയിൽ നിന്ന് പോകാനോ ഇടവരരുത്. ഒരു വിമർശനം നമ്മൾ പറഞ്ഞു, വിമർശനം ആവശ്യമാണ്, നല്ലതാണ്. പക്ഷെ അത് ക്രിയാത്മകമായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മൾ ഒരാളെ വിമർശിച്ച് മുനയൊടിച്ച് കളയരുത്. ഇപ്പോ നിങ്ങളൊക്കെ ഇവിടെ പ്രാരംഭ സമയത്ത് പ്രബോധനങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊരു നല്ല ട്രെയിനിങ് ആണ്. അങ്ങനെയൊക്കെയാ എല്ലാരും വളർന്നു വന്നത് അല്ലേ. ദാസൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ തന്നെയാ നമ്മൾ ഒക്കപ്പിച്ച വെച്ചത്. അന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരുണ്ട്. തെറ്റുകൾ ഇന്നത് അത് പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. അത് ക്രിയാത്മകമാണ്. അതുകൊണ്ട് നമുക്ക് തെറ്റുകളെ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിമർശിച്ച് മുനയൊടിക്കുന്ന രീതി, ഇനി മേൽ സ്റ്റേജിൽ കയറുകയല്ലാത്തതുപോലെ കണ്ടമാനം വിമർശിക്കുന്ന ആളുകൾ, ഇത് ആദ്യകാലത്തൊക്കെ നമുക്ക് വേദന ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ഇതൊക്കെ കേട്ട് 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 മടുത്തു. എത്രയോ വിമർശനങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ തകർത്ത് കളയാൻ പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ കേട്ടിട്ട് അത് നന്നായിരുന്നു എന്ന് തോന്നിയവർ തന്നെ അസൂയ നിമിത്തം നമ്മളെ വിമർശിച്ചതുണ്ട്. എനിക്കറിയാം, ഞാൻ ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാ. ഇപ്പൊ പിന്നെ ഇതൊന്നും നമ്മളെ ഏശിയല്ല. അങ്ങനെ ഒരു നിങ്ങൾ ആ സ്റ്റേജിൽ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും വില കൊടുക്കരുത്. എന്നെ ആര് വിളിച്ചതാണ്, എന്നെ എന്തിനാണ് കർത്താവാക്കി വെച്ചത്, ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ വിമർശനങ്ങൾ ആയിക്കോട്ടെ, വിമർശനം നല്ലതാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ ഉടനെ നമ്മളത് തിരുത്തേണ്ടതാണോ എന്ന് നോക്കുക. നല്ല ബോധ്യത്തിൽ തന്നെയാണ് നമ്മളത് പറഞ്ഞെങ്കിൽ നമ്മളത് മൈൻഡ് പോലും ചെയ്യണ്ട. അല്ല, നമ്മൾ തിരുത്തേണ്ടതാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അത് പുനരാലോചിക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വ്യക്തി ദൈവസഭ വിട്ടുപോകാൻ ഇടവരരുത്. ഇതൊന്നും അറിയാതെ ഇന്നത്തെ ചില ദൈവദാസന്മാരൊക്കെ പറയുന്നത്, താണ്ടേ വാതിൽ തുറന്നു കിടക്കുന്നു, പോണ്ടവർക്ക് പോകാം. ഞാൻ ഇച്ചിരി കടത്തി പറഞ്ഞോണ്ടേ, യവനാണോ രക്തം കൊടുത്തത് സഭയ്ക്ക്? ഇവനാണോ രക്തം കൊടുത്തത്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. ഒരു കുഞ്ഞു കുട്ടി പോലും സഭ വിട്ടു പോകാൻ ഇടവരുത്തരുത്. ഞാൻ എൻ്റെ ശുശ്രൂഷാകാലത്ത് വളരെ ശ്രദ്ധയോടെ കരുതി. ചിലപ്പോ നമ്മൾ പറഞ്ഞത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറയുന്നത് ചിലർക്ക് വേദന ഉണ്ടായേക്കാം.
നമ്മളെ പ്രസംഗിച്ച് ചിലത് പറയുമ്പോഴത്തേക്ക് ചില വിശ്വാസികൾ പാസ്റ്റർ അത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ മണ്ണിലും മനസ്സിലും അറിഞ്ഞതായിരിക്കില്ല. നമ്മളെ ശുശ്രൂഷിച്ചു വന്നപ്പോൾ ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോയതായിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ പോലും അവര് പറഞ്ഞ അതേ വാക്കുകൾ പോലും ഉച്ചരിച്ച് പറയാൻ പറ്റിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ അങ്ങനെ ദുഃഖം അനുഭവിച്ചവരുണ്ട് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് ഭാരം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയാൽ വിളിച്ചൊരു വാക്ക്, അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും വെച്ചോണ്ട, നിങ്ങളെ ഞാൻ അങ്ങനെ പറയേണ്ട കാര്യം എന്താ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരണം എന്ന ഒരു വാക്ക് പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ വിഷയം. ഇവിടെയൊക്കെ നമ്മുടെ ഈഗോയാണ് അതിനൊക്കെ നമ്മളെ സമ്മതിക്കാത്ത. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്ത സഭ തകരുക. ക്രിസ്തുവിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കും ഞാൻ. നിങ്ങൾ ആ പദം പ്രത്യേകിച്ച് ഓർക്കുക. ദൈവസഭ എത്ര ഗൗരവമാണെന്ന് നമ്മൾ ഓർക്കണം. അത് ക്രിസ്തുവിൻ്റെതാണ്, കർത്താവിൻ്റെതാണ്. അത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതാണ് നമ്മുടെ സന്തോഷം. നമ്മളാണ് സഭയെന്ന് പറയുന്നത്. നമ്മളെയാണ് കർത്താവ് വിളിച്ചു വേർതിരിച്ചത്. എവിടുന്ന് വിളിച്ചു? അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. വി ആർ കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ഈ ലോകത്തിൽ നിന്നാണ് വിളിക്കപ്പെട്ടത്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താ? ഇത് ശത്രുവിന്റെ കീഴിൽ കിടക്കുന്ന, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന, ദുഷ്ടൻ ഭരിക്കുന്ന, പിശാച് അധികാരം നടത്തുന്ന സ്ഥലമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകക്കാരല്ല. അതുകൊണ്ട് നമ്മൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ഈ ലോകത്തിൻ്റെതായ ചാടിമോടികളോ പേരോ പ്രതാപമോ പ്രശസ്തിയോ അതൊന്നും നമ്മൾ ആഗ്രഹിക്കണ്ട. അതല്ല നമ്മുടെ ഉദ്ദേശം. അതിനല്ല നമ്മൾ വിളിക്കപ്പെട്ടത്. അപ്പൊ അത് നമ്മളെ അവസാനം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന്. അങ്ങനെ ലോകത്തെ സ്നേഹിച്ചിട്ട് ദൈവകൃപ വിട്ടുപോയി. അതിലൊന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചത്. പൗലോസ് പറഞ്ഞു ദേമാസ്, 2000 ലേഖനം നമ്മൾ വായിച്ചില്ലായിരുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട്, കാലഘട്ടത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. സഭ കർത്താവിൻ്റെതാണ്. കർത്താവാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത് ഈ ലോകത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ലോകക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നമ്മള് ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. ഞാൻ ആരാണെന്നൊരു ബോധ്യം അത് നമ്മളെ ഭരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത, സഭ ഒരു മതമല്ല. നമുക്കൊക്കെ പലപ്പോഴും ഒരു ചിന്തയുണ്ട്, സഭ ഒരു മതമാണ്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മള് ക്രിസ്തു മതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു വ്യവഹാര ഭാഷയാണ് കേട്ടോ. നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ അങ്ങനെയല്ലേ? എന്റെ സർട്ടിഫിക്കറ്റിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതെ, റിലീജിയൻ ക്രിസ്ത്യൻ, കമ്മ്യൂണിറ്റി പെന്തിക്കോസ്റ്റ്. കാരണം എന്റെ അപ്പച്ചൻ പാസ്റ്ററായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ട് സ്കൂളിൽ ചേർത്ത് ക്രിസ്ത്യൻ പെന്തിക്കോസ്താണ് സർട്ടിഫിക്കറ്റ്. എന്റെ മക്കളുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കിടക്കുന്നത്. ലോകത്തിന്റെ മുൻപിൽ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ എന്നൊരു മതമുണ്ട്. അത് ലോകമാണ് കേട്ടോ, ലോകം പറയുന്നതാണ്. വേദപുസ്തക പ്രകാരം നമ്മൾ ക്രിസ്തു മതക്കാരല്ല, സഭ മതവും അല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വീഴാൻ വേണ്ടിയിട്ട്, ഈ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലൊന്ന് സ്പർശിച്ചു പോകുന്നത്. നിങ്ങൾക്കറിയാമോ ഈ മതം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? മലയാളം പറഞ്ഞാട്ടെ. മതം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? മതം എന്ന് പറഞ്ഞാൽ എന്താ? മതം എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾ ഒരു മലയാളം ലെക്സിക്കൺ ശബ്ദധാരാവലി വല്ലതും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാൽ മതിയേ.
മതം എന്ന പദത്തിന് അഭിപ്രായം എന്ന അർത്ഥം. അതാണ് എന്റെ മതം എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ അഭിപ്രായം എന്ന അർത്ഥം. അഭിപ്രായം, ഒപ്പീനിയൻ. മതം, മതം എന്ന് പറഞ്ഞ മനനം ചെയ്യപ്പെട്ടത്. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കപ്പെടുക, ചിന്തിക്കുക. അപ്പൊ ചിന്തിച്ച് ഉറപ്പിച്ചതെന്തോ അതാണ് മതം. മതം ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ച് ഒരു ലക്ഷ്യത്തിലെത്തുക, അതാ മതം. ഒരുപക്ഷെ അത് ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ടായിരിക്കാം. എല്ലാ മതങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഓരോ മതം സ്ഥാപിച്ച വ്യക്തികളും അല്ലെങ്കിൽ വ്യക്തികളും ദീർഘനാളത്തെ ചിന്തയുടെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു മതം ഉണ്ടാക്കി വന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ സനാതന മതം പോലുള്ള, ഹൈന്ദവ മതം പോലുള്ള മതങ്ങളാണ്. ഹൈന്ദവ മതത്തിന് സ്ഥാപകനില്ല, കാരണം അത് സനാതന മതമാണെന്നാണ് പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക്, അല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷിമാര്, അതുകൊണ്ടാണ് നമ്മൾ ഈ ആർഷഭാരതം എന്നൊക്കെ പറയുകയല്ലേ, ആർഷഭാരത സംസ്കാരം അല്ലേ. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിപ്രോക്തം എന്ന. ഋഷി, ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി. സന്യാസി പറഞ്ഞത് എന്തോ, പ്രോക്തം എന്ന് പറഞ്ഞാൽ പ്രോക്തനം, സംസാരിക്കുക. അപ്പൊ സന്യാസിമാരെന്തു പറഞ്ഞോ അതിലടിയുറച്ച ജീവിത ശൈലിയാണ് ആർഷഭാരത മതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് പ്രത്യേക ഒരു സ്ഥാപനമില്ല. നിരവധി സന്യാസിമാർ ഏതാണ്ട് ഒരേ സരണിയിൽ നിൽക്കുന്നവർ, ചിന്താ സരണിയിൽ നിൽക്കുന്നവർ, പലപ്പോഴായി ചിന്തിച്ചു കൂട്ടിയതും എഴുതി വെച്ചതുമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉളവായി വന്നൊരു ജീവിത ശൈലിയാണ് ഹിന്ദുമതം. അത് ഇവരുടെ അഭിപ്രായമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ രാമായണവും ഭാഗവതവും ഒന്നും അല്ല കേട്ടോ. അതൊക്കെ നമ്മള് ഇതിഹാസവും പുരാണവും എന്നൊക്കെ അല്ലേ പറയുന്നേ. അപ്പോ ഹിന്ദുക്കളോട് അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരോട് നിങ്ങൾ ചോദിക്കണം. സാധാരണ ഹിന്ദുക്കളോടൊന്നും ചോദിച്ചതൊന്നും അറിയത്തില്ല കേട്ടോ, അത് ചോദിക്കണ്ട. ഹിന്ദു സന്യാസിമാര്, പണ്ഡിതന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതാണ്? അപ്പൊ അവര് പറയും ഉപനിഷത്തുക്കളാണ്, വേദോപനിഷത്തുക്കളാണ്. അതിൽ പ്രത്യേകിച്ച് ഉപനിഷത്തുക്കൾ അല്ലെ, 18 ഉപനിഷത്തുക്കളുണ്ട് ഹിന്ദുക്കൾ. അത് പലരും എഴുതിയതാകട്ടോ, പല കാലഘട്ടങ്ങൾ കൊണ്ട് എഴുതിയതാണ്. ഈ ഉപനിഷത്തുക്കൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ ഈശ്വരനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. അപ്പൊ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചതല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ കാലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് അവര് ചിന്തിച്ചു, ഒരു മനുഷ്യൻ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കാം, ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാം. അങ്ങനെ ചിന്തിച്ച് 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 അവരുടെ അഭിപ്രായങ്ങൾ എഴുതി വെച്ചതാണ് ഈ ഉപനിഷത്തുക്കൾ. അതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വേദോപനിഷത്തുക്കൾ, വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ്. പുരാണങ്ങൾ ഇതിഹാസങ്ങളും അല്ല, അത് അതിന്റെ ഗ്രന്ഥങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരാളോ പലരും കൂടിയോ ചിന്തിച്ച് ചിന്തിച്ച് ദൈവത്തിങ്കൽ എങ്ങനെ എത്തിച്ച അതാ അവരുടെ വിഷയം. ഇവർക്കെല്ലാം വിഷയം എന്താണെന്നറിയാമോ? ദൈവത്തിങ്കൽ എങ്ങനെ എത്തിച്ചേരാം, അതാ വിഷയം. അപ്പോ ഓരോ വ്യക്തിയും ദൈവത്തെ എങ്ങനെ പ്രാപിക്കാം. അപ്പം ഈശ്വര വിശ്വാസത്തിൽ തന്നെയാണ് മതങ്ങൾ ഉടലെടുത്തത്. ഈ ലോകത്തിലെ ആദ്യകാലം മുതൽ തന്നെ നിലവിലിരുന്നത് ഈശ്വര വിശ്വാസമാണ് കേട്ടോ, അല്ലാതെ നിരീശ്വരവാദമല്ല. നിരീശ്വരവാദമല്ല. പഴയ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത് നിരീശ്വരവാദമല്ല. കാരണം നിരീശ്വരവാദം എന്നുള്ള ഒരു പ്രസ്ഥാനം, നിരീശ്വരവാദം ഒരു മൂവ്മെന്റ് ആണ്, ഒരു പ്രസ്ഥാനമാണ്. അത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഉടലെടുത്തതാണ് കേട്ടോ. അതിനു മുമ്പ് വരെ നിരീശ്വരവാദം എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഫ്രെഡറിക് നീക്ഷയോ
ഏംഗൽസോ ഇംഗർസോളോ ഒക്കെ ഉള്ള പാശ്ചാത്യ ചിന്തകരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന ദർശനങ്ങളാണ് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ ഇവിടെ ഉണ്ടായത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചില നിരീശ്വരന്മാര് പറയുന്നു അവരാ ഇതെല്ലാം ഉണ്ടാക്കിയെന്ന. ഇത് പൊന്നെ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് മുമ്പ് നീ ഇവിടെ ഇല്ലായിരുന്നു, നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. പഴയ കാലങ്ങളിൽ നിരീശ്വരവാദമല്ലായിരുന്നു പ്രശ്നം, ബഹുദൈവ വിശ്വാസമായിരുന്നു. ബഹുദൈവ വിശ്വാസമായിരുന്നു. വേദപുസ്തകകാലത്തിൽ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, ദൈവം എന്നും എതിർത്തിട്ടുള്ളത് നിരീശ്വരവാദത്തെ അല്ല, ബഹുദൈവ വിശ്വാസത്തെയായിരുന്നു. ഒത്തിരി ദൈവങ്ങളിൽ വിശ്വസിക്കുക. അത് നിങ്ങൾക്കറിയാം, കനാന്യരിൽ നിന്നും തുടങ്ങുന്ന ആ ഒരു വിശ്വാസം, ബാബേലിൽ നിന്നും ബാബിലോണിൽ നിന്നും ഒക്കെ തുടങ്ങുന്ന ആ ഒരു വിശ്വാസം, നിമ്രോദിൽ നിന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു വിശ്വാസം, അത് വേദപുസ്തക കാലഘട്ടത്തിൽ വളരെ പ്രചുരപ്രചാരം സിദ്ധിച്ചു. അത് യെരുശലേമിലേക്കും ഇസ്രയേലിലേക്കും കൂടെ വ്യാപിച്ചു പോയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഇതിന്റെ പുറകെ പലരും പോയി, യഹൂദന്മാർ പോലും അതിലൊക്കെ പുറകെ പോയി. ഈ പ്രമാണം ഉണ്ടായിട്ട് പോലും ഈ അശേര അസ്തരോത്ത് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പ്രതിഷ്ഠകളാ കേട്ടോ. ദാഗോൻ, അശേര, അസ്തരോത്ത്, ഏൽ, ബാൽ, അത് ജാതികളുടെ ദൈവങ്ങളാണ്. അപ്പൊ അവർക്ക് ഒന്നല്ല, ഒരു മതത്തിൽ പല ദൈവങ്ങളാണ്. അപ്പൊ വേദപുസ്തക കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമായിരുന്നില്ല, ബഹുദൈവ വിശ്വാസമായി. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ 14-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്നതോ? അല്ലേ, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവനില്ലെന്ന് പറഞ്ഞൊന്നുമില്ല, അവൻ എവിടാ പറഞ്ഞേ? ഹൃദയത്തിലാ പറഞ്ഞ. ഹൃദയത്തിലാ പറഞ്ഞേ. അല്ലാതെ അവൻ പുറത്തെങ്ങും പറഞ്ഞില്ല, പുസ്തകവും എഴുതിയില്ല, പ്രസംഗിച്ചുമില്ല കേട്ടോ. വേദപുസ്തക കാലങ്ങളിൽ ഉണ്ടായിരുന്നവർ നിരീശ്വരവാദികളായിരുന്നില്ല, മറിച്ച് നാസ്തികരായിരുന്നു. എന്ന് പറഞ്ഞാൽ നാസ്തികത എന്ന് പറഞ്ഞാൽ ഈശ്വര നിഷേധമായിരുന്നു. ഈശ്വര നിഷേധമായിരുന്നു, ദൈവ നിഷേധമായിരുന്നു. ഒരു കൂട്ടം മൂഢന്മാര്, അവരെ സ്വർഗം വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ദൈവം ഇല്ലെന്ന് പറയുന്നവനെ സ്വർഗം വിളിക്കുന്ന പേരെന്നാ? നിരീശ്വരവാദി എന്നല്ല, മൂഢൻ. അല്ലെ, മൂഢൻ. ദൈവം ഇല്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടക്കുക. എവിടെ പറയാ? ഒരൊറ്റ മനുഷ്യനോട് പറയാൻ അവന് ധൈര്യമില്ല, പിന്നെ അവൻ എവിടെ പറയുന്നേ എന്ന് ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ പിന്നെ ഇവനെ മൂഢൻ അല്ല, എനിക്ക് തോന്നുന്ന മൂഢൻ നല്ല 2 ടായുള്ള മൂഢൻ വേണം ഇതിനെ വിളിക്കാൻ. പുറത്ത് പറയുകയല്ല, അതിനുള്ള തന്റെ ഇടവും ഇല്ല, അതിനുള്ള ആജ്ഞാശക്തി ഇല്ല. ഇത് അകത്ത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മൾ ചില കാര്യം ഈ അകത്ത് നമ്മുടെ അകത്ത് തന്നെ നമ്മളോട് തന്നെ പറയുക എന്ന് വെച്ചു. എന്തിനങ്ങനെ പറയുന്നേ? നമ്മൾ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ പറയുകയല്ലേ? ആത്മകഥ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നമ്മളോട് പറയുന്നത് എന്തിനാ? നിങ്ങൾ അങ്ങനെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലേ? ഓ, നമ്മളെല്ലാം മറ്റുള്ളവരോടാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങളൊരു മീറ്റിങ്ങിന് പോയിച്ചേ, സഹോദരിമാരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ രാത്രിക്ക് നിങ്ങളുടെ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുക എന്ന് വെച്ചു. ഒരു 11:30-12 അടുത്തിട്ടുണ്ട്. ദൂരെ ഒരു യോഗം കഴിഞ്ഞ് വന്ന് ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പണ്ട് ചെറുപ്പകാലത്ത്, വാഹനമില്ലാതിരുന്ന കാലത്ത്. അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങും. യോഗത്തിനൊക്കെ പോയി കൺവെൻഷൻ, ദൂരെ കൺവെൻഷൻ ഒക്കെ നടന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരാ പ്രസംഗിക്കുന്നെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അവിടെ പോകും. അത് കേട്ടിട്ടൊക്കെ രാത്രിക്ക് നമ്മുടെ ജംഗ്ഷൻ, ഇപ്പൊ കൂട്ടുകാർ വേറെ കാണും, അവരൊക്കെ പല വഴിക്ക് പോകും. അപ്പൊ നമ്മുടെ ജംഗ്ഷനിൽ വന്നിറങ്ങാൻ ഞാനേ കാണും. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 11:30 ആയപ്പോൾ നിങ്ങള് ഒരു 100-500 വാരയോ 1 കിലോമീറ്ററോ ഒക്കെ ദൂരം നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് ഉണ്ടെന്ന് വെച്ചു. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി. അതുകൊണ്ട് ആ സഹോദരിമാരുടെ കാര്യം പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ ഇറങ്ങിയ അന്നത്തെ പരിപാടി തീർന്നല്ലോ, അതുകൊണ്ട് തീർന്നു. പിന്നെ നമുക്ക് പിന്നെ ഒന്നും എഴുതേണ്ടി വരികയല്ല. ശുഭം അവസാനം. അങ്ങനെ ഇറങ്ങിയാൽ, ബസ്സിൽ വന്നിറങ്ങിയാൽ രാത്രി ശുഭം. പിറ്റേന്ന് ചരമക്കോളത്തിൽ നോക്കിയാൽ മതി. സഹോദരന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വന്ന് രാത്രിക്ക് ഇറങ്ങിയേ, അപ്പൊ നിങ്ങൾക്ക് വീട്ടിലോട്ടുള്ള വഴിയുണ്ടേ, നിങ്ങൾ ആ വഴിയെ നടക്കുന്നു. പക്ഷെ ആ വഴിയിലെ
ആ വഴിയുടെ അരികിലെ ഒരു വലിയ മരം നിപ്പുണ്ടേ. ആ മരത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാൾ തൂങ്ങിച്ചത്തതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാൾ തൂങ്ങിച്ചത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളേ. അവിടെ വന്ന് ഇറങ്ങിയ നിങ്ങൾക്ക് വീട്ടിൽ പോവുകയും വേണേ. നിങ്ങൾ വെറുതെ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് എന്നാ ചെയ്യും? നമ്മളോട് തന്നെ പറയാൻ തുടങ്ങും, ഓ വിചാരം ഭൂതമൊന്നും ഇല്ലെന്നേ. വേറെ ആരോടും അല്ല, നമ്മളോടാ പറഞ്ഞത്. ഓ ഏത് പിശാച്, എവിടെ പിശാച്, അതൊന്നും ഇല്ലെന്ന്. ഇത് എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഇത് എന്തിനാ നമ്മളോട് തന്നെ പറയുന്നറിയാമോ? ഇവിടെ ഭൂതം പിശാചൊന്നും, ഓ അങ്ങനെ ഇപ്പം ഭൂതം എന്നെ ഇറങ്ങി വന്ന് എന്നെ കടിച്ചു തിന്നുവോ? ആ ഇത് എന്തിനാ നമ്മളോട് പറയുന്നേ? നമ്മളെ വിശ്വസിപ്പിക്കാനാ. നമ്മളെ എങ്ങനെയും വിശ്വസിപ്പിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. എന്നിട്ടും പേടിച്ചാ ചെല്ലുന്നത്. അതിനിടയ്ക്ക് ഒരു എലി വഴിയെ ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു പരിപാടി, കൊളാപ്സ് അല്ലേ? അങ്ങനെ അങ്ങോട്ട് ചെന്നേച്ച് ഒരുത്തൻ തൂങ്ങി മരിച്ച മരത്തിന്റെ കീഴെ വരുമ്പോ ഒരൊറ്റ ഓട്ടമാണ്. പിന്നെ അപ്പോഴും എന്നാ പറയുന്നേ? ഭൂതയില്ലെന്ന്, പ്രേതമില്ലെന്ന്, പിശാചില്ലെന്ന്, ഇതല്ലേ പറയുന്നേ? അപ്പൊ തന്നോട് തന്നെ പറയുക. എന്തിനാ പറഞ്ഞേ? അത് തന്നെ വിശ്വസിപ്പിച്ചിട്ട് വേണം ചത്ത മരത്തിന്റെ കീഴെ കൂടെ പോകാൻ. അത്രേ ഉള്ളു കാര്യം. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞതാ. ഇത് തന്നെയാ നിരീശ്വരൻ പറയുന്നേ. അവൻ പറയുക എന്നാന്നറിയോ? ദൈവം ഇല്ലെന്നേ. ദൈവമില്ല എന്തിനാ ഈ പറയുന്നറിയാവോ? അടുത്ത സെന്റൻസ് നോക്കി അവിടെ കിട്ടും. അവർ വഷളന്മാരായി മ്ലേച്ഛത. അപ്പൊ ഇവന് രണ്ട് മ്ലേച്ഛത ചെയ്യണമെന്ന്, ഇവന് രണ്ട് പാപം ചെയ്യണമെന്ന് മനസ്സിൽ ആർത്തി കിടക്കുക. അപ്പൊ അവന്റെ അകത്തൊരു ചിന്തയുണ്ട്. ചെറുപ്പത്തിൽ ജനിച്ചപ്പോഴേ കിട്ടിയ ഒരു ചിന്തയാണ്. ദൈവം ചോദിക്കും. ധർമ്മിഷ്ഠനായ നീതിനിഷ്ഠനായ ഒരു ദൈവമുണ്ട്. ഈ പാപം ഞാൻ ചെയ്താൽ ആ ദൈവം കോപിക്കും, ദൈവം എന്നോട് ചോദിക്കും. ഇതവന്റെ മനസ്സിലുണ്ട്. ഇത് ചെറുപ്പത്തിലെ വീണ് കിട്ടിയതാ. ഇതാരും തന്നതൊന്നും അല്ല കേട്ടോ. ഏത് മനുഷ്യനും ജനിക്കുന്നത് ദൈവവിശ്വാസത്തോടെയാണ്. അതിപ്പം പറയുന്നില്ല, വേറൊരു അവസരത്തിൽ പറയാം. അത് ജന്മനാ നമുക്ക് കിട്ടുന്നതാ കേട്ടോ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ ദൈവിക ബോധം, ദൈവത്തെക്കുറിച്ചുള്ള അവബോധമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ അവൻ ജനിച്ചു വരുന്നത്. അത് പിന്നെ നമ്മൾ പലതും കേട്ടും പലരും പഠിപ്പിച്ചും ഒക്കെ അത് വർദ്ധിച്ചു വരുന്നു. ചിലപ്പോൾ അതിനെ നമുക്ക് പഠിപ്പിച്ച് വേണേൽ നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ 100% ഒന്നും ഒഴിവായി പോവുകയല്ല കേട്ടോ. ഏത് നിരീശ്വരനും ആരും കാണാതെ അമ്പലത്തിൽ പോകുന്നുണ്ട്, അതറിയാവുന്നുണ്ട്. ഭയങ്കര നിരീശ്വരത്വം പറയും. ഇടി വെട്ടുമ്പം അവൻ അറിയാതെ കുരിശും വരയ്ക്കും. അത് വേറെ കാര്യം അല്ലേ? ഈ പണ്ടേ ഈ കേരള സംസ്ഥാനത്ത് നിരീശ്വരവാദ പ്രസ്ഥാനം വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തില് നിരീശ്വരവാദികളുടെ ഒരു സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിരീശ്വരവാദികളുടെ ഒരു സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടക്കുക. അപ്പൊ നേരത്തെ വന്നവരെല്ലാം ഇങ്ങനെ ടൗൺ ഹാളിന്റെ വട്ടം നിന്ന് പഴയ ബന്ധം പുതുക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ സംഘാടകൻ മൈക്ക് ഓണാക്കിയിട്ട് വന്ന് പറഞ്ഞു, എല്ലാവരും മഹത്ത് കയറി വന്നിരിക്കണം, സമയമായി, നമ്മൾ മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആളുകൾ ഓരോരുത്തരെ അകത്തേക്ക് കടന്നിരുന്ന് കഴിഞ്ഞ ഉടനെ ഈ സംഘാടകൻ പറയാണ്, ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. നിരീശ്വരന്മാര് മുഴുവൻ എഴുന്നേറ്റ്. നിരീശ്വരവാദ പ്രസ്ഥാനക്കാരുടെ മീറ്റിങ്ങിന് ആദ്യത്തെ പ്രോഗ്രാം എന്നറിയാവോ? ഈശ്വര പ്രാർത്ഥനയാകുന്നത്. ഇത് കളയാനൊക്കെയല്ലെന്ന്. നമ്മൾ ഇതോടെ ജനിച്ചു വരുന്നേ, ദൈവവിശ്വാസത്തോടെയാണ് നമ്മൾ ജനിച്ചു വളരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിരീശ്വരൻ ഒരു മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ പാപം എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. ഇവനെ രണ്ട് വെടിക്കെട്ട് പാപം ചെയ്യണം. നിരീശ്വരവാദിക്ക് പാപം ചെയ്യണം. അത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവനറിയാം ദൈവം ചോദിക്കുമെന്നും അറിയാം. അപ്പൊ അതിനവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് എന്താ? ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തോട്. അവൻ സത്യത്തിൽ നിരീശ്വരവാദിയല്ല, അവനെ അങ്ങ് വിട്ടേര്. അതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് പ്രായോഗിക നിരീശ്വരത്വം എന്നാണ്.
പ്രായോഗിക നിരീശ്വരം. അതിനെ വിളിക്കുന്നത് പ്രാക്ടിക്കൽ എത്തീസം എന്ന്. പ്രാക്ടിക്കൽ എത്തീസം. അവർ വഷൾമാരായി മ്ലേച്ഛർ, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അല്ലാതെ അവർ നിരീശ്വരവാദികളല്ല, അവര് പ്രായോഗിക നിരീശ്വരന്മാരാണ്. പ്രാക്ടിക്കൽ എത്തീസം. പ്രായോഗികമായി പ്രയോഗത്തിൽ ജീവിതത്തിൽ അതിങ്ങനെ പുലർത്താൻ ഇഷ്ടപ്പെടുന്നവരെ. പോട്ടെ. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിൽ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം ജന്മന അവന് കിട്ടുന്നു. തെളിവുകൾ ഇനിയും നിരത്താനുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ അതിലേക്ക് വരുന്നു. അപ്പൊ ആ ദൈവത്തിങ്കൽ അവൻ എത്തിച്ചേരണം. കുറ്റമില്ലാത്തവനായി ദൈവത്തിന് മുമ്പിൽ ചെല്ലണം. ദൈവത്തിന് മുമ്പിൽ ചെല്ലാൻ എല്ലാവർക്കും ഭയമാണല്ലോ. പെന്തിക്കോസുകാർക്ക് ഏറ്റവും പേടിയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ സഭാരാധനയ്ക്ക് പോലും ആളുകൾ വന്നാൽ എവിടെ ഇരിക്കുന്നേ? ഏറ്റവും പുറകില. ആരാധനയ്ക്ക് വന്നാൽ പോലും നമ്മുടെ പാസ്റ്റർമാര് ഒരു അനുഷ്ഠാനകല പോലെ 3 പ്രാവശ്യമെങ്കിലും പറയണം, എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റു, മുൻപോട്ട് കടന്നു വന്നിരുന്നാട്ടെ, ആരും വരുന്നില്ല, ഇരുന്നാട്ടെ, അങ്ങീരു. ചൂടെ കഴിയുമ്പോ ആള് കൂടുമ്പോഴത്തേക്ക് പിന്നെയും പറയും, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിൽക്കുന്നു, മുൻപോട്ട് വന്നാട്ടെ. ചിലപ്പോ 1-2 പേര് വന്നെന്ന് വരും, ബാക്കിയുള്ളവരെല്ലാം നിൽക്കുന്നത്. എന്നറിയോ? ഇവന്റെ അകത്ത് മനഃശാസ്ത്രമാണ്. ഇവന്റെ അകത്തൊരു ചിന്തയാണ്. ഇപ്പോഴും പെന്തിക്കോസിൽ വന്ന് സ്നാനപ്പെട്ടിട്ട് നാളുകൾ കുറെ ആയി, ഇപ്പോഴും ഇവന്റെ മനസ്സിൽ ചിന്ത എന്നാ, അത്ര അങ്ങോട്ട് തലക്കിലോട്ട് പോകാൻ എനിക്ക് യോഗ്യതയില്ല, അത്രയങ്ങോട്ട് മുമ്പ് ദൈവസന്നിധിയിൽ പോയിരിക്കാൻ എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യം ഇല്ല. വെറുതെ അല്ല പെന്തിക്കോസുകാർ പോലും ഈ പുറകോട്ട് തള്ളുന്നത്. നിങ്ങൾ വേറെ എവിടെ ചെന്നാലും തലക്കെ കയറണമെന്നല്ലേ? കറണ്ട് ചാർജ് കൊടുക്കാൻ ഇപ്പൊ പിന്നെ അതൊന്നും കൊടുക്കില്ല, നമുക്ക് ഓൺലൈനാ. കറണ്ട് ചാർജ് കൊടുക്കാൻ ചെന്നാൽ എത്ര പേരും ഇങ്ങനെ നിൽക്കുന്ന കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാലും മുമ്പിൽ കയറി ഇത് കൊടുത്തേച്ച് പോണമെന്നല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇനി ബസ്സേ കയറാൻ ചെന്നേ ആകപ്പാടെ 4 പേരെ കയറാനുള്ളതെന്ന് വെച്ചു. വണ്ടി കൊണ്ട് നിർത്തി 4 പേരെ കയറാനുള്ളെങ്കിലും ഈ 4 പേരോട് തള്ളി 4 പേരും ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലും. ബസിന്റെ വാതിലിന് അത്രയും വലിയ വീതിയില്ലല്ലോ. അത് കാരണം ഈ 4 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റി. സെറ്റായിപ്പോയി, ഇത് ഒട്ടിപ്പോയി, ഇങ്ങനെ ഉന്തി തള്ളി സെറ്റായിപ്പോയി. അപ്പൊ 4 പേർക്കൂടെ കയറാൻ പറ്റുകയില്ല. 4 പേരും പുറത്തുള്ള. അപ്പൊ പോട്ടർ കിടന്ന് ബഹള, കേറ്. പിന്നെ 4 പേര് അങ്ങോട്ട്. എന്തിനാണെന്നറിയാവോ? അവൻ പുറത്ത് നിന്നപ്പം ഫ്രണ്ട് ഒരു സീറ്റ് കിടക്കുന്ന കണ്ടു. ആദ്യം കയറി അതിൽ ഇരിക്കണം. അതിനായി കിടന്ന് പരാക്രമം കാണിച്ചു. ബസ്സേ കയറണേ ആദ്യം കയറണം, തലക്കെ കയറണം അല്ലേ? കറണ്ട് ചാർജ് ബില്ല് കൊടുക്കാൻ പോയാൽ തലക്കെ വേണം. ആശുപത്രി ചെന്നാൽ ആദ്യം കാണണം. സഭയെ വന്നാൽ മാത്രം ഏറ്റവും പുറകിയിരിക്കണം. ഇതെന്നാന്നറിയാവോ കുഞ്ഞാ? നിന്റെ മനസ്സിൽ പ്രാഗൽഭ്യമില്ലാഞ്ഞിട്ടാ. ഇനി ഇത് കേട്ടോരെങ്കിലും അർത്യാഴ്ച തലക്കെ കയറി ഇരുന്നോണം കേട്ടോ. ഒന്ന് ചോദന ചെയ്തോണം. കുറവുകളൊക്കെ ഏറ്റു പറഞ്ഞ്, കർത്താവേ ഞാൻ ഈ പുറകിലിരിക്കേണ്ട വ്യക്തിയല്ല, എനിക്ക് കർത്താവിനോട് ഇനി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരാമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ കയറി വരണം കേട്ടോ. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യത ഇല്ലെന്നൊരു ചിന്തയുണ്ട്. ദൈവം ഉണ്ടെന്നറിയാം, പക്ഷെ എനിക്ക് അടുക്കാനുള്ള യോഗ്യതയില്ല. അപ്പൊ അതിനുവേണ്ടി അവൻ കണ്ടെത്തുന്ന കുറെ അഭിപ്രായങ്ങളാണ് മതം. അതാണ് ഈ മതഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? മതം എന്ന് പറഞ്ഞ അഭിപ്രായം. എന്താ അഭിപ്രായം? ദൈവത്തിങ്കിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ കയറി ചെല്ലാൻ കഴിയും, ദൈവത്തോട് അടുക്കാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ കഴിയും, അതിന് മനുഷ്യൻ കണ്ടെത്തുന്ന അഭിപ്രായങ്ങളാണ് മതം. അത് ഒരുപക്ഷെ ഒരാൾക്ക് കിട്ടിയ ഒരു ദർശനം. ഇപ്പം നമുക്കറിയാം, ശ്രീബുദ്ധൻ ശിംശപാട്രിയുടെ കീഴെ ഇരുന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ശ്രീബുദ്ധൻ കയ്യിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് ബോധോദയം ഉണ്ടായി, ഇൻറ്റ്യൂഷൻ. അവൻ തന്നെ ചിന്തിച്ച് അങ്ങനെ അഷ്ടാംഗമാർഗമൊക്കെ ഉണ്ടായത്. എന്നാൽ ചില പദങ്ങൾ ചിലരിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായതാ അല്ലേ? അങ്ങനെ മതങ്ങൾ പലതും ഇവിടെ ഉണ്ടായി. മതം. എന്നാൽ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. ഞാൻ തെളിയിക്കാം. എല്ലാ മതങ്ങളെയും നിങ്ങളൊന്ന് നോക്കിക്കേ. എല്ലാ മതങ്ങളെയും ഒന്ന് നോക്കിക്കേ. എല്ലാ മതങ്ങളും ഇസങ്ങളാണ്. ഇസങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇസോ എന്ന് പറഞ്ഞാൽ അറിയാവോ?
ഡോക്ടർ എം അച്യുതന്റെ ഒരു പുസ്തകമുണ്ട് കേട്ടോ, ഇസങ്ങൾക്കപ്പുറം. കിട്ടുകയാണെങ്കിൽ വാങ്ങി വായിച്ചോണം കേട്ടോ. ഇസങ്ങൾക്കപ്പുറം, ഡോക്ടർ എം അച്യുതൻ. എന്താ ഇസോ എന്ന് പറഞ്ഞാൽ എന്താ? ഇസോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പേടിക്കണ്ട, സിദ്ധാന്തമെന്നേ ഉള്ളു കേട്ടോ. തിയറി കേട്ടോ. സിദ്ധാന്തമെന്നോ പ്രത്യയശാസ്ത്രം എന്നൊരു പദവില്ലേ, അത് കമ്മ്യൂണിസ്റ്റുകാരാ കൂടുതൽ പറയുന്നത് അല്ലേ? മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിയറി എന്നാ കേട്ടോ, ഒരു തിയറിയാണ്. അപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞ ഒരു തിയറിയാണ്, ജീവിക്കാനുള്ള ഒരു സിദ്ധാന്തമാണ്, ഒരു തിയറിയാണ്. എല്ലാ മതങ്ങളും നിങ്ങൾ നോക്കിയേ, എല്ലാം ഇസങ്ങളാണ്. മതങ്ങളെല്ലാം ഇസങ്ങളാണ്. ഹിന്ദുയിസം, മൊഹമ്മഡിയനിസം, സൊറാസ്ട്രിയനിസം, ബുദ്ധിസം, ജൈനിസം, അല്ലെ, ലാവോയിസം. നിങ്ങൾക്ക് അറിയാവുന്ന മതങ്ങളൊക്കെ പറഞ്ഞേ. ഏത് മതം നമ്മൾ പറഞ്ഞാലും അതെല്ലാം ഇസം എന്ന് ഞാൻ പറയുന്നത്. ഒരാശയത്തിന്റെയോ പേരിന്റെയോ അവസാനം ഇസം, ISM എന്ന് ചേർത്താൽ ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ കൂട്ടമോ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ, അതാ മാർക്സിസം. ജൈനിസം, ജൈനൻ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കും. ബുദ്ധിസം, ശ്രീബുദ്ധൻ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക്, തിയറികൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കും. മുഹമ്മഡിയനിസം, മുഹമ്മദ് നബി പറഞ്ഞ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ജൂയിസം, യഹൂദൻ പറഞ്ഞ, യഹൂദന്മാർക്ക് അത് മതം തന്നെയാ കേട്ടോ. യഹൂദ മതം ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, യഹൂദന്മാരുടെ ഇതും മതമാണ് ജൂയിസം കേട്ടോ. നിങ്ങൾ ഈ ഈസം എല്ലാം കേട്ടല്ലോ. ക്രൈസ്റ്റിസോ എന്നൊരു ഈസം കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ക്രൈസ്റ്റിസോ എന്ന്? മുഹമ്മഡിയനിസം ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, ലാവോയിസം ഉണ്ട്, സൊറാസ്ട്രിയനിസം ഉണ്ട്. ക്രൈസ്റ്റിസോ എന്നൊരു ഈസം കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്നാ കേൾക്കാഞ്ഞേ? അങ്ങനെയൊന്നില്ല, അങ്ങനെ ഒരെണ്ണം ഇല്ലെന്നേ. ഇപ്പൊ മനസ്സിലായോ? യേശുക്രിസ്തു പറഞ്ഞ കുറെ തിയറികൾ അനുസരിച്ച് ദൈവത്തിങ്കൽ പോകാം, അതിനുള്ള വഴികളല്ല. ഇതിലെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവത്തിങ്കൽ എത്താം. ഇങ്ങനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കൽ എത്തുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ പോകാമെന്നല്ല, പോകാൻ ഒറ്റ വഴിയുള്ളൂ, ഇങ്ങോട്ട് വഞ്ഞാനാ വഴി. കണ്ടോ? അപ്പൊ യേശു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്ത്യാനിറ്റി ഒരു മതവും അല്ല. ഇതൊക്കെ പരസ്യബോധനൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണേ കേട്ടോ. നമ്മൾ ഈ പറയുന്നത് മതം പറയാനല്ല, മതത്തിൽ ആളെ ചേർക്കാനുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മതം ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും ക്രിസ്തു മതമൊന്നും ഭാരതത്തിൽ, അതെന്നാ ചോദിച്ചാ ഈ മതങ്ങളുടെ ഈറ്റില്ലമല്ലേ ഭാരതം എന്ന് പറഞ്ഞേ. ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? മതമാക്കി മാറ്റി. അതാ പറ്റിയത്. അല്ലാതെ അങ്ങനെ ഒരു മതമില്ല. വേറെ ഒരിടത്ത് ചെന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മതം കാണാൻ പറ്റില്ല. ക്രൈസ്റ്റിസം എന്നൊരു മതമില്ല, ക്രിസ്ത്യാനിറ്റി എന്നൊരു അനുഭവമേ ഉള്ളൂ. എന്താ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൻ അല്ലെങ്കിൽ ഇയാനോയ് ഒരു പേരിന്റെ അവസാനമേ. നമ്മളെ ഓർക്കുന്ന ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മലയാളമാണെന്നും കണ്ടാ പലരും ഇരിക്കുന്നത് കേട്ടോ. അയ്യോ, ക്രിസ്ത്യാനി മലയാളമല്ലത്, അത് ലത്തീൻ പദമാണ്, ലാറ്റിനാണ് കേട്ടോ. ക്രിസ്ത്യാനി, ഇയാനി, ഇയാനോയ്, ഇത് രണ്ടും പറയാം. ഇയാനി എന്നോ ഇയാനോയ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? അതൊരു പ്രത്യയമാണ്.
ഒരു വ്യക്തിയുടെ പിറകെ മരിക്കാൻ പോലും തയ്യാറായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അർത്ഥ സൈനിക വിഭാഗത്തെയാണ് ഇയാനി അല്ലെങ്കിൽ ഇയാനോയി ചേർത്ത് വിളിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. റോമിലെ ഒരു ചക്രവർത്തിയായിരുന്നു ഗാൽബ. ആ ഗാൽബായുടെ പുറകിൽ ഇറങ്ങിത്തിരിച്ച ആളുകളുണ്ട്, അർത്ഥ സൈനിക വിഭാഗം. അർത്ഥ സൈനികം ഞാൻ പൂർണ്ണ പട്ടാളമല്ല, എന്നാൽ യുദ്ധം ചെയ്യാനും സമരം ചെയ്യാനും ഒക്കെ അടിയുറച്ച ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ റെഡ് വോളണ്ടിയർമാരില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് അല്ലേ, റെഡ് വോളണ്ടിയർമാർ. അവര് പാർട്ടിക്ക് വേണ്ടി ചാകാനും കൊല്ലാനും തയ്യാറായി നടക്കുന്ന അതാണ് അർത്ഥ സൈനിക എന്ന് പറഞ്ഞ പട്ടാളമല്ല, ഔദ്യോഗിക പട്ടാള വിഭാഗമല്ല. ഈ ബി ജെ പിയുടെ അല്ല എങ്കിൽ പോലും RSS എന്ന് പറഞ്ഞൊരു സംഘടന കേട്ടിട്ടുണ്ടോ? RSS എന്ന് പറഞ്ഞൊരു സംഘടന അല്ലേ, കുറുവടിയൊക്കെ എന്തി കാക്കി നിക്കറും ഒക്കെ ഇട്ട് കുറുവടി പ്രയോഗമാണ്, വടി കൊണ്ടുള്ള പ്രയോഗം അവരെ പഠിപ്പിക്കും. അവരുടെ മതത്തിനു വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ചാകാനാണെങ്കിൽ ചാകാൻ, കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ, ജീവൻ കളയാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന അർത്ഥസൈനിക എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർക്ക് കിട്ടുന്ന സേവനം അവർക്കും ട്രെയിനിങ് അവർക്കും കിട്ടുന്നുണ്ട്. അടിത്തളം എങ്ങനെ ചെയ്യാം, ഒരു പ്രതിസന്ധിയിൽ ചെന്നാൽ എങ്ങനെ രക്ഷപ്പെടാം, ഇതെല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് അങ്ങനെയുള്ള പട്ടാളത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകുന്ന ശ്രേഷ്ഠന്മാരായ ചിലർ അതിന് ട്രെയിനിങ് കൊടുക്കുന്നത് അർത്ഥ സൈനിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അർത്ഥ സൈനിക വിഭാഗമാണ്. അപ്പൊ ഒരു വ്യക്തി, അപ്പൊ ഗാൽബായുടെ പുറകെ ഇറങ്ങിത്തിരിച്ച ഗാൽബിയാനി അവരെ വിളിക്കുന്നത്, ഗാൽബായുടെ പുറകെ ഇറങ്ങിത്തിരിച്ച ആളുകളെ വിളിക്കുന്നത് ഗാൽബിയാനി എന്നാണ്. ഈ റോമിലെ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അഗസ്റ്റസ് സീസറിന് വേണ്ടി ചാകാനും കൊല്ലാനും തയ്യാറായ ഒരു കൂട്ടം അർത്ഥ സൈനിക വിഭാഗം ഉണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ടിരുന്ന പേര് അഗസ്റ്റിയാനി. ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുന്ന കേട്ടോ. റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റെ ഹിസ്റ്ററി 1151 എന്ന ഇടത്ത് കാണുന്നതാണ് ഗാൽബിയാനി. ഇത് ഞാനുണ്ടാക്കിയതല്ല, ഇതൊക്കെ ഹിസ്റ്ററി കിടക്കുന്ന ഗാൽബിയാനി, സീസറിയാനി. ഇനി 2-3 പദം വേറെ പുസ്തകത്തിൽ കിടപ്പുണ്ട്, കാണിച്ചു തരാം. മലയാളത്തിൽ അത് തെറ്റി എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ല എങ്കിൽ പോലും മത്തായിയുടെ ശേഷം 22:16 നിർത്തി 22:16. മത്തായി 22:16. അൺമ്യൂട്ട് ചെയ്ത്. അൺമ്യൂട്ട് ആകുന്നില്ലേ? അതോ മത്തായി എവിടെയാണ്? പുതിയ നിയമത്തിലല്ലേ, ആദ്യത്തെ പുസ്തകല്ലേ? തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ കണ്ടോ, സത്യത്തിലെ ഹെരോദ്യാനി എന്നാ പദം കേട്ടോ. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നപ്പോ ഹെരോദ്യർ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഹെരോദിയാനി അല്ലെ ഹെരോദിയാനോയി. മർക്കോസ് 3:6 കൂടെ എടുത്തേ. മർക്കോസ് 3:6. ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. ഹെരോദിയാനോയി 12:13 വായിക്കാമോ? മർക്കോസ് 12:13. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീക്ഷന്മാരിലും ഹെരോദ്യരിലും. ഹെരോദിയാനോയി കണ്ടോ, ഇതെല്ലാം ഒരു പദാണ്. അപ്പൊ നോക്കണേ, ഗാൽബിയാനി, അഗസ്റ്റിയാനി, ഹെരോദിയാനോയി, ഈ പദങ്ങളൊന്നും മതത്തെ കാണിക്കുന്ന പദമല്ല.
ഇതൊന്നും മതമല്ല. മറിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി ചാകാനാണെങ്കിൽ ചാകാൻ, അല്ലേ, കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ, എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചവരെയാണ് ഇയാനി അല്ലെങ്കിൽ ഇയാനോയി ചേർത്ത് വിളിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മലയാളമല്ല, അത് ലത്തീനാ. നമ്മളൊക്കെ മലയാളം കണ്ട ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അവര് ക്രിസ്ത്യാനികളാണ്, അല്ലെ, നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ നമ്മളീ പറയുന്നത്. ഇത് കാര്യം അറിയാതെ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സത്യത്തിൽ ലത്തീൻ പദമാണ് ഹെറോദിയ, ക്രിസ്ത്യാനി. അപ്പൊ ഹെറോദിയാനി, സിസറിയാനി, അഗസ്റ്റിയാനി, ഗാൽബിയാനി ഇതൊന്നും മതങ്ങളല്ല. ആ വ്യക്തികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും തയ്യാറായി ഇറങ്ങി തിരിച്ചു വരാം. അങ്ങനെയാണ് ഇനി ക്രിസ്ത്യാനി ആരാ പറഞ്ഞേ? ക്രിസ്ത്യാനി ആരാ? മതമാണോ? ക്രിസ്തുവിന് വേണ്ടി ചാകാനാണെങ്കിൽ ചാകാൻ. കൊല്ലാൻ പോകണ്ട നമ്മളെ, നമ്മളങ്ങ് ചാകുക. കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ എന്ന് പറയാൻ ഒക്കുകയല്ലോ, അല്ലേ? യേശുവിന് വേണ്ടി ചാകാൻ നടക്കുന്നവരല്ലേ നമ്മള്? ആർക്കറിയാം? പീഡനമൊന്നും വരാത്തത് കൊണ്ട് ദൈവകൃപയാൽ സഭയ്ക്കകത്ത് ആളുണ്ട്. നമ്മളിവിടെ പീഡനം നടക്കട്ടെ, അപ്പൊ അറിയാം എത്ര പേര് യേശുവിന് വേണ്ടി നിൽക്കുമെന്ന്, അല്ലേ? ഇവിടെ രാവിലെ മഴക്കാറ് കണ്ടാൽ പള്ളി പോകുകയില്ലാത്ത പാർട്ടികളാണ് നമ്മള്, ഇല്ലേ? ഈ പണ്ട് ഈ താലീസ് പത്ര, ഈ ചുമക്ക് കഴിക്കുന്ന ഒരു ഗുളികയുണ്ടല്ലോ, താലീസ് പത്ര. താലീസ് പത്രയുടെ ഒരു പരസ്യം മലയാള മനോരമ പത്രത്തിലൊക്കെ വരുമായിരുന്നു. ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഇങ്ങനെ ഒരു സെറ്റിയിൽ ഇരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. എന്നിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുക, പനി വരാൻ കാത്തിരിക്കുന്ന കുടുംബം. എന്തിനാണെന്നറിയാമോ? പനി വന്നിട്ട് വേണം എന്താക്കാൻ ഈ താലീസ് പത്രം തിന്നാൻ. ദൈവകൃപയാൽ ഞായറാഴ്ച ഒരു പനി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും കണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് വേണം പോകാതിരിക്കാൻ. വലിയ ആഗ്രഹമാണ്, പക്ഷെ സഭ ഉപവാസ പ്രാർത്ഥന വെക്കുന്നില്ലേ, പിന്നെ എങ്ങനെ പോകാതിരിക്കാൻ? അപ്പൊ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് വേണം പോകാതിരിക്കാൻ. ഞായറാഴ്ച മിക്കവാറും ഇല്ല. എന്റെ സിസ്റ്ററെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, പാസ്റ്റർ ചോദിക്കും. പാസ്റ്റർക്ക് ചോദിക്കാതിരിക്കാൻ നോക്കുക. ആളും കുറയും, സ്വതകാഴ്ചയും കുറയുകയല്ലേ. പാസ്റ്റർ വന്ന് ചോദിക്കും, എന്താ സിസ്റ്റർ വന്നില്ലെന്നേ ഉള്ളൂ. അതറിയാൻ വരെ, പിന്നെ വന്നില്ലെന്നേ ഉള്ളൂ, അതുകൊണ്ടാ, അല്ലേ? വന്നില്ലെന്നേ ഉള്ളൂ. എന്നാ സഹോദര വരാതിരുന്നത്? കഴിഞ്ഞ ആഴ്ച ആരാധനിക്കാണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. ഇനി അഥവാ വന്നെന്ന് വെച്ചോ, വന്നേ ഉള്ളു. ചിലത് അങ്ങനെയാണില്ലേ, ചിലര് വന്നേ ഉള്ളൂ. വലിയ പ്രയോജനമൊന്നുമില്ല അവരെ കൊണ്ട്. പിന്നെ ഈ ഞങ്ങളുടെ മേരിക്കോവില് എന്റെ വൈഫിന്റെ ഒക്കെ വൈഫൊക്കെ ചർച്ചകാരിയാണ്. കുഞ്ഞോളമ്മ എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. മേരിക്കൂറിനെ കേട്ടിട്ടുണ്ടോ? മേരിക്കൂർ കുഞ്ഞോളമ്മ പ്രസംഗിക്കുമ്പോ ഒരു തമാശ പറയുകയായിരുന്നേ. ഈ നമ്മൾ ഈ മേശപ്പുറത്തൊക്കെ ഈ ഫാൻ ഇടുമ്പോഴത്തേക്ക് പേപ്പർ പറന്നു പോകാതിരിക്കാൻ പേപ്പറിന്റെ മുകളിൽ വെയിറ്റ് വെക്കും. പേപ്പർ വെയിറ്റ് കണ്ടിട്ടുണ്ടോ? അല്ലേ? നല്ല മുട്ട പോലെ ഒരു ഗ്ലാസ് കൊണ്ടൊരു സാധനം, പേപ്പർ വെയിറ്റ് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സഭയിൽ ഫാൻ ഇടുമ്പോഴത്തേക്ക് പാ പറന്നു പോകാതിരിക്കാൻ ചിലരെ കൊണ്ടിരുത്തിയിരിക്കുക. പാ പറക്കാതിരിക്കാൻ, പാ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുക. ഏതായാലും ഇവരിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ ഫാൻ ഇടുമ്പോൾ പറന്നു പോവുകയല്ലോ. ദൈവകൃപ അങ്ങനെ ഒരു ഗുണമെങ്കിലും അവരെ കൊണ്ടുണ്ട്. അങ്ങനെയും ചിലതുണ്ട്. അപ്പൊ നോക്കണേ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി ഇറങ്ങിയത്. അത് പണ്ടത്തെ ആളുകളൊക്കെ അത് പറഞ്ഞു, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്കും മനസ്സു നൽകണം. നമ്മുടെ അപ്പച്ചന്മാര് പാടിയതാ. ഞാൻ എവിടെ കൊണ്ട് ജീവൻ അർപ്പിക്കണം യേശുവിന് വേണ്ടി. ഇപ്പൊ നമ്മളോ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു കുഞ്ഞു രോഗം വന്നാൽ നമ്മുടെ ആത്മീയവും നഷ്ടപ്പെടും, ക്രിസ്തീയതയും നഷ്ടപ്പെടും, വിശ്വാസവും നഷ്ടപ്പെടും. ആണോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? ആണെങ്കിലേ ക്രിസ്ത്യാനി എന്ന് പറയാവൂ. ഇല്ല ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു നടക്കരുത് കേട്ടോ. വല്ലവന്റെ തല്ല് കിട്ടും, പറഞ്ഞേക്കാം.
തല്ല് വരുന്നെങ്കിൽ വരട്ടെ, അടി വരുന്നെങ്കിൽ വരട്ടെ, ഏറു വരുന്നെങ്കിൽ വരട്ടെ, ഉപദ്രവങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, അതിന് തയ്യാറായി ഇറങ്ങിയവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. മനസ്സിലായപ്പോ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതം അല്ല. ക്രിസ്ത്യൻ അറിയാമോ? ഈ പദം വേദപുസ്തകത്തിൽ 2 or 3 ഇടത്ത് മാത്രമേ ക്രിസ്ത്യാനി എന്നുള്ള പദം വരുന്നുള്ളൂ. 3 ഇടത്ത് മാത്രമേ വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനി. അതിലാദ്യം നിങ്ങൾക്കറിയാം, വിശ്വാസികൾക്ക് ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായത് എവിടെയാ? അന്ത്യോക്യ വെച്ച്. ക്രിസ്ത്യാനി അപ്പോസ്തല പ്രവൃത്തി 11:26. എടുത്തോ അപ്പോസ്തല പ്രവൃത്തി 11:26. അവിടെയാണ് ആദ്യ പദം വരുന്നത്. അവരുടെ സംവത്സരം മുഴുവനും സഹായങ്ങൾ കൂടുകയും യുവജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. കണ്ടോ? അതിനു മുമ്പ് അവരെ വിളിച്ചോണ്ടിരുന്നത് ശിഷ്യന്മാരെന്നാണ്. യേശുവിന്റെ ശിഷ്യന്മാർ, കർത്താവിനെ പിന്തുടർന്നവർ. മത്തീറ്റീസ് എന്ന് പറയും ഗ്രീക്കിൽ. മത്തീറ്റീസ് എന്നാണ് വിളിച്ചവരെ. മത്തീറ്റീസ് പഠിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ശിഷ്യന്മാരെന്ന് പറഞ്ഞ അർത്ഥം വിദ്യാർത്ഥികൾ എന്നാണ് കേട്ടോ. യേശുവിന്റെ ശിഷ്യന്മാരെന്നായിരുന്നു അതുവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ചാണ് അവരെ ക്രിസ്ത്യാനി എന്ന് പേര് വിളിച്ചത്. അന്ന് ഇതൊരു നല്ല പേരായിരുന്നില്ല കേട്ടോ. ഇതൊരു നല്ല പേരായിട്ടല്ല ഇരുന്നത്, കളിയാക്കി വിളിച്ചതാ. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പുറകെ ചാകാനും തിന്നാനും കൊല്ലാനും ഒക്കെ ഇറങ്ങി തിരിച്ചവരെ, എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചവരെ കളിയാക്കി വിളിച്ചതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ളത് ഇന്ന് നമുക്ക് അഭിമാനം അല്ലേ? നമ്മളൊക്കെ സന്തോഷമാണ്. ഞാനൊരു ക്രിസ്ത്യനാണ്, ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു വിശ്വാസിയാണ്. നമുക്കത് പറയാൻ വലിയ അഭിമാനമാണ് അല്ലെ? ഞാനത് പറയുന്നു, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കോളേജിലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദലാണ്, ക്രിസ്ത്യനാണ്. ഞാൻ മതം പറയുകയല്ല, മതമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് മതമല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതമല്ലല്ലോ. അന്ന് ഞാൻ വാദിച്ചിട്ടുണ്ട്, എന്റെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഞാൻ വാദിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് മതമല്ല, ഇറ്റ്സ് നോട്ട് ക്രൈസ്റ്റിസം, ഇത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച് ആളുകളെ വിളിക്കുന്ന പേരാണ്. അവർ ചാകാൻ പോലും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തല്ലുവെന്നും കൊല്ലുവെന്നും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ചാകാൻ തയ്യാറായി നിൽക്കുന്നവനെ എങ്ങനെ പേടിപ്പിക്കാനാ? പറ. നമുക്കെന്നാ പേടിയെന്നറിയാവോ? നമുക്ക് പേടി എന്നാ? ജീവന് കൊതിയുള്ളതുകൊണ്ടായി പേടി. അതുപോലെ അവിടെ ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ ആ വഴിക്ക് ആരാധനയ്ക്ക് പോലും പോവുകയല്ല. അവിടെ ഏതാണ്ട് പരസ്യവും നടത്താൻ ചെന്നപ്പോഴത്തേക്ക് ഓടിച്ചെന്നും പറഞ്ഞ് പിന്നെ ആ ഭാഗത്തൂടെ പോലും ഇറങ്ങി നടക്കുകയല്ല. കാരണം എന്നറിയോ? ജീവനെ പേടിയാ, ജീവന് കൊതിയാ. യേശുവിന് വേണ്ടി ചാകാൻ ഇറങ്ങിയിരിക്കുന്നവർക്ക്, ചാകാൻ ഇറങ്ങിയവരെ എന്നാ പറഞ്ഞ് പേടിപ്പിക്കാനാ? ഇതിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ എനിക്കാണ്ട് പേടിയുണ്ടോ? ഇതാദ്യം ഒന്ന് മനസ്സിൽ ഉറച്ചേ. ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക കേട്ടോ. ഈ പാത്തും പതുങ്ങിയും ഒളിച്ചും രഹസ്യമായിട്ടും ഒന്നും ക്രിസ്ത്യാനി ആയി നടക്കണ്ട. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയാകും. പറയണം, ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് അല്ലേ? നമ്മൾ ചാകാൻ തയ്യാറായി നിൽക്കുക, യേശുവിന് വേണ്ടി ചാകാൻ തയ്യാറായി നിൽക്കുക. പിന്നെന്നാ പറഞ്ഞ് പേടിപ്പിക്കാനായി? നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പേടിയാണോ? എടാ, അതിനിറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ചാണ് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 26:28 എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 26:28.
അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയെ തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പൊ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയാം. അപ്പൊ അഗ്രിപ്പാനോട് സുവിശേഷം പറഞ്ഞേ പൗലോസേ. അപ്പൊ അഗ്രിപ്പാനോട് ചോദിക്കുക, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ? അതാ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന പദം. ക്രിസ്ത്യാനി, ഞാൻ പറഞ്ഞില്ലേ ഇയാനി, ഇയാനോയ് അല്ലേ, അർത്ഥ സൈനിക വിഭാഗം, ദ ഫോളോവർ, ക്രിസ്ത്യാനിയാകുക. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ചിന്ത. ഒന്ന്, നമ്മൾ ക്രിസ്ത്യാനിയാണ്. രണ്ട്, നമ്മളെ ആരെയും ക്രിസ്ത്യാനിയാകാൻ നമ്മൾ സുവിശേഷം അറിയിക്കണം. അവിടെയാ അഗ്രിപ്പ രാജാവിനോട് വരെയാ സുവിശേഷം പറഞ്ഞത്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അവരെയും കൂടെ ക്രിസ്ത്യാനിയാക്കുക. അങ്ങനെയുള്ളവർക്ക് ആ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. മൂന്ന്, ക്രിസ്ത്യാനി എന്നുള്ള മൂന്നാമത്തത് കണ്ടു. അതെവിടാണെന്ന് കാണിക്കാം. 1 പത്രോസ് 4:16. 1 പത്രോസ് 4:16. ഈ മൂന്നിടത്ത് മാത്രമേ പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം വെച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. അപ്പൊ ക്രിസ്ത്യാനിയായാൽ ഒരു വിഷയം കൂടെ ഉണ്ട്. എന്താ? കഷ്ടം സഹിക്കേണ്ടി വരും. കഷ്ടം സഹിക്കേണ്ടി വരും. കൊതുക് അടിച്ചാൽ ഇവിടെ പേടിയായിട്ട് നടക്കുക. പിന്നെ എങ്ങനെയാ ക്രിസ്ത്യ ജീവിതം നയിക്കുക? കൊതുകിനെ പേടിച്ച് കുളിച്ചിരിക്കുക. രാത്രിയാകുമ്പോൾ തന്നെ ജനലും കതവും എല്ലാം അടച്ച് എന്നാ ബഹുമാനാന്നറിയാവോ അല്ലേ? മുണ്ട് മടക്കിക്കുത്തൊക്കെ അഴിച്ച് പാദം വരെ മൂടും. ഷർട്ടിന്റെ കൈയൊക്കെ ഫുള്ള് നീർത്തിടും. സത്യം പറഞ്ഞ സന്ധ്യ ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ ചെന്ന് നോക്കണം, എല്ലാവരും ദൈവദാസന്മാരാ. ഉൾക്കൈയൊക്കെ ഇട്ട് എല്ലാവരും കൊതുകിനെ വരവേൽക്കാൻ കാത്തിരിക്കുക. കടിക്കരുത്. മറ്റേ മാറ്റുമൊക്കെ ഉണ്ടല്ലോ, ഒരു ബാച്ചുണ്ടല്ലോ അടിക്കുന്നത്, അതും പിടിച്ചോണ്ടിങ്ങനെ എല്ലാരും ഇരിക്കുക. കൊതുകിനെ പോലും നമുക്ക് പേടിയാന്ന്. പിന്നെ ഒരു ക്രിസ്ത്യാനിയായെങ്കിൽ നീ കഷ്ടം സഹിച്ചേ പറ്റൂ. അതിപ്പോ ഞാൻ വിവരിക്കുന്നില്ല. കഷ്ടത്തെ കുറിച്ച് എവിടെയെങ്കിലും പറയുമ്പോൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. കാരണം കഷ്ടത എന്ന് പറഞ്ഞ ദൈവമക്കളുടെ അവകാശം. കഷ്ടം സഹിക്കാൻ വരം തന്നിരിക്കുന്ന അല്ലേ? കഷ്ടം സഹിക്കാനുള്ള വരം 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ വിശ്വാസികള്, അപ്പോസ്തലന്മാര് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചുകൊണ്ട് പോയെന്ന്. അപ്പോസ്തലന്മാർ അവരെ പഠിപ്പിച്ചത് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടേണ്ടവരാണെന്ന്. ഇപ്പോഴായി കഷ്ടത്തോട് ഇത്ര പേടി. കഷ്ടത ഇല്ലെന്നാ ഇപ്പം ചിലർ പഠിപ്പിക്കുന്നത്. ദൈവസഭയ്ക്ക് കഷ്ടതയില്ല, വിശ്വാസിക്ക് കഷ്ടതയില്ല. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരുമെന്നാ ഇപ്പം ചിലർ പഠിപ്പിക്കുന്നത്. അതൊന്നുമില്ല കേട്ടോ. യേശുവിന് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ അനേക കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വരും. പക്ഷെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ കഷ്ടതയുണ്ട് കേട്ടോ. ക്രിസ്ത്യൻ ജീവിതത്തിൽ കഷ്ടതകളുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളെല്ലാം അധികം അനുഭവിക്കുന്ന ഒരാളായിരിക്കുന്നു. ഇപ്പോഴും നല്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലം മുതൽ നിരന്തര കഷ്ടതയിലൂടെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു ദൈവം. ഇന്നും തീർന്നിട്ടില്ല. എനിക്കൊരു പരാതിയില്ല, ഞാൻ പിറുപിറുത്തിട്ടില്ല, എന്തിനിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടില്ല. എനിക്കൊരു കാര്യമേ ഉള്ളൂ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, ഞാൻ നിമിത്തം ദൈവനാമം ദൂഷിക്കരുത്. ഈ കഷ്ടത പുറകെ വരുമ്പോഴത്തേക്ക് നാട്ടുകാരനാ പറയുന്നത്, അവൻ വലിയ ബന്ധുക്കോസുകാരനാന്ന് പറയുന്നത്, അവൻ വലിയ വിശ്വാസി, അവന് വലിയ പാസ്റ്ററാന്ന് പറയുന്നു. എന്നാലും എന്താ ഈ കഷ്ടതയെല്ലാം അവന് വരുന്നത് എന്ന് ചോദിച്ച് ദൈവനാമം നിന്ദിക്കരുത്. അതെ, ദൈവനാമത്തിന് നമ്മളെ നിമിത്തം ഒരു നിന്ദയുണ്ടാകരുത്. അത് മാത്രമേ ഉള്ളൂ. എത്ര കഷ്ടത വന്നാലും ഒത്തിരി കഷ്ടതകളുടെ പുഴ കടന്നാണ് ഇവിടം വരെ എത്തിയത്. 1-2 അല്ല, പറഞ്ഞാൽ തീരുകയില്ല. പോട്ടെ, അതൊക്കെ പിന്നെ പറയാം. അതുപോലെ കഷ്ടതകളിലൂടെ കടന്നുപോയിട്ട്
ക്രിസ്ത്യാനിയായി എന്നുള്ള ഏക കാരണം നിമിത്തം കഷ്ടമുണ്ടാകും. ഇത് മനസ്സിലായോ? കഷ്ടതയുണ്ടാകുമ്പോഴത്തേക്ക് ചിലർ പറയുന്നുണ്ട്, എന്റെ പാസ്റ്ററെ ഞാൻ ഒന്നും പറഞ്ഞിട്ടല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല എന്നോട്. നീ വല്ലതും പറഞ്ഞാ ചെയ്യുന്നെങ്കിൽ പിന്നെ അതിന് വല്ല ലാഭമുണ്ടോ? നീ പറഞ്ഞതിനല്ലേ അതുണ്ടായത്. ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല, അവൻ എന്നെ പള്ളു പറഞ്ഞു. ഞാൻ അവനൊരു ദോഷവും ചെയ്തില്ല, എന്നെ കുറിച്ച് ഒത്തിരി കുറ്റം പറഞ്ഞു. കുഞ്ഞെ, നീ ദോഷം ചെയ്തേച്ചാ അവൻ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ എന്ത് യശസ്സുള്ളൂ? പത്രോസ് തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് യശസ്സുണ്ട്? അതുകൊണ്ട് എന്താ ഗുണം? എന്താ? നീ ഒന്നും ചെയ്യാതിരിക്കെ, ഒരു വകയും ദോഷം ചെയ്യാതിരിക്കെ, നമ്മളെ കൊണ്ട് അതും ഇതും പറയുമ്പോൾ സന്തോഷിച്ചോണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള കാരണം നിമിത്തമാണ്. എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, നീ ഒരു പെന്തിക്കോസ്തുകാരിയാണ്, വിശ്വാസിയാണ് എന്നുള്ള ഏക കാരണം കൊണ്ട് നിരന്തരം അയൽവക്കംകാരും ഉപദ്രവിക്കുന്നവരില്ലേ, ബുദ്ധിമുട്ടിക്കുന്നവരില്ലേ? വാളും പരിചയവും എടുത്തുകൊണ്ട് വരുന്നില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരില്ലേ? ഭയപ്പെടണ്ട കേട്ടോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ടാണ്, ഞാനൊരു വിശ്വാസിയായതുകൊണ്ടാണ്. ഈ 3 സന്ദർഭങ്ങളിലാണ് ക്രിസ്ത്യാനി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതം അല്ല. ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം ഒരു വ്യക്തിക്ക് വേണ്ടി ചാകാനെങ്കിൽ ചാകാൻ, എന്തും ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരു അർത്ഥം ാണ് ഇയാനി അല്ലെങ്കിൽ ഇയാനോയി നമ്മൾ ചേർത്ത് ലത്തീൻ ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനിത്വം ഒന്നുകൂടെ മനസ്സിലാക്കുക. നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുമതക്കാരല്ല, നമ്മളൊരു ക്രിസ്ത്യനാണ്, ക്രിസ്ത്യാനിയാണ്. അത് ധൈര്യത്തോടെ പറയണം. നാണിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സന്തോഷമല്ലേ? കളിയാക്കി വിളിച്ചതൊക്കെ അത് ശരിയാണ്, പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനമാണ്. ഞാനൊരു ക്രിസ്ത്യനാണ്. അത് പറഞ്ഞ് നമ്മളെ കളിയാക്കട്ടെ, അത് പറഞ്ഞ് നമ്മളെ ദ്രോഹിക്കട്ടെ, നമുക്കെതിരെ കഷ്ടത ഉണ്ടാക്കട്ടെ, ധൈര്യത്തോടെ പറയാം, ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.